വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മമ്മൂട്ടിയിൽ നിന്ന് തുടങ്ങാം. വേറൊന്നും കൊണ്ടൊന്നല്ല, മമ്മൂട്ടി ആദ്യകാലത്ത് ഈ കഥകൾ പറയുങ്ങനെ അതങ്ങനെ മതി, സീൻ ഇങ്ങനെ മതി എന്നൊക്കെ. അപ്പോൾ അന്നത്തെ ഒരു പ്രചരണമുണ്ട്, മമ്മൂട്ടി ഒരു സിനിമയിൽ ഇടപെട്ടാൽ ആ സിനിമ പരാജയപ്പെടും. അതുകൊണ്ട് മമ്മൂട്ടിയെ ഇത്തരം കാര്യം ഇടപെടിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അത് സത്യം തന്നെയാണ് കേട്ടോ, മുൻകാല അനുഭവങ്ങൾ വെച്ച് സത്യമാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. മമ്മൂട്ടി വർഷങ്ങൾക്ക് ശേഷം ചില കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ പഴയ കാര്യവും പുതിയ കാര്യവും നമുക്കൊന്ന് ആലോചിക്കാം. എന്തിന് ഏറ്റവും പുതിയ തന്നെ ഈ ദൃശ്യം മോഹൻലാൽ അല്ല അഭിനയിക്കേണ്ടിയിരുന്നേ, മമ്മൂട്ടിയാണ്. മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് പിന്നെ അത് അങ്ങനെ ഇങ്ങനെ വന്ന് ഈ മോഹൻലാലിലേക്ക് എത്തിയത്. അത് റിസൾട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ഇതേപോലെ തന്നെ മമ്മൂട്ടി വേണ്ടെന്ന് വെച്ചൊരു സൂപ്പർ കഥാപാത്രം സിനിമയുണ്ട് ഇവിടെ. ആ സിനിമ പിന്നീട് മമ്മൂട്ടിക്ക് ദുഃഖിക്കേണ്ടി വന്നു. അത് തമ്പി കണ്ണന്താനത്തിന്റെ ആ നേരം അല്പദൂരം എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. മമ്മൂട്ടിയാണ് നായകൻ. ആ പടം ഒരു 50 ദിവസം, അന്നത്തെ കാലത്ത് ഒരു 50-100 ദിവസം ഓടാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ അത്ര ഫ്ലോപ്പായിരുന്നു ആ പടം. തമ്പിയെ സംബന്ധിച്ച്, തമ്പി കണ്ണന്താനെ സംബന്ധിച്ച് അയാൾ നല്ല മനുഷ്യനാണ് ശരിക്കും. നിർമ്മാണത്തിൽ കണ്ടമാനം നഷ്ടം വന്നു, പിന്നെ മുന്നോട്ട് പോകാൻ വയ്യ. അപ്പോൾ ജോഷി നല്ല അടുത്ത സുഹൃത്താണ്. അപ്പോൾ പടം പൊട്ടിയ സ്ഥിതിക്ക് മമ്മൂട്ടി തന്നെയല്ലേ ഡേറ്റ് കൊടുക്കേണ്ടത്. സാധാരണ നെസസാറൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്. മമ്മൂട്ടിയോട് ഡേറ്റ് വെച്ചു. മമ്മൂട്ടി പറഞ്ഞു ഇല്ലില്ലേ, ഞാൻ ഇനി നിനക്ക് ഡേറ്റ് തരുന്നില്ല, തന്ന ഡേറ്റ് കൊളാക്കിയില്ലേ എന്ന് ചോദിച്ചേ. പിന്നെ എങ്ങനെ സംഭവിക്കും? അങ്ങനെ ഇന്ന് റൈറ്റർ വേണം എന്തായാലും. അങ്ങനെ പറഞ്ഞെങ്കിലും മമ്മൂട്ടിക്ക് വേറൊരു ഗുണമുണ്ട്. പിന്നീട് ഈ ദേഷ്യമൊക്കെ മാറി സംസാരിക്കുമ്പോൾ കഥയ്ക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സമ്മതിക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ എന്തായാലും ജോഷി പറഞ്ഞു, തമ്പി ഞാൻ നല്ലൊരു റൈറ്ററെ തരാം, അത് ചോദിച്ചു. അങ്ങനെയാണ് ഡെന്നിസ് ജോസഫിനെ ബന്ധപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഡെന്നിസ് ജോസഫ് പറഞ്ഞു, ഒരു ലൈഫ് കിട്ടണം, തമ്പിക്ക് തിരിച്ചുവരവ് വേണം, മമ്മൂട്ടിയും കൂടി ഉള്ളതാണ്. അങ്ങനെ തമ്പി ഒരു നല്ല കഥ കണ്ടെത്തി എഴുത്ത് തുടങ്ങി. കഥയൊക്കെ ഏർപ്പാടായി. മമ്മൂട്ടി കണ്ട് കഥ പറഞ്ഞു. മമ്മൂട്ടി പറഞ്ഞു അത് ശരിയാവില്ല, ഞാൻ തമ്പിക്ക് പടം ചെയ്യുന്നില്ല, വേറെ ആളും ഒന്ന് ചേഞ്ച് ഇരിക്കട്ടെ. അങ്ങനെയാണ് ആദ്യമായിട്ട് മോഹൻലാലായിട്ട് ബന്ധപ്പെടുന്നത്. മോഹൻലാലും തമ്പി ഡെന്നിസ് ജോസഫും സിനിമ ഒരുമിച്ച് ചെയ്തിട്ടില്ല. അപ്പൊ അതേ സ്ഥാനത്ത് ഈ കഥ പറഞ്ഞു മോഹൻലാലിനോട്. മോഹൻലാൽ പറഞ്ഞു എനിക്ക് കഥയൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ 2 സിനിമ ഹിറ്റാക്കിയ ആളാണ്, എനിക്കത് മതി എന്നാണ് മോഹൻലാൽ അന്ന് പറഞ്ഞത്. മോഹൻലാൽ കഥയും കിട്ടില്ല. മോഹൻലാൽ ഡേറ്റ് കൊടുത്തു, പടത്തിന്റെ വർക്ക് തുടങ്ങി. എവിടെ? അന്ന് കൽപ്പക ടൂറിസ്റ്റ് ഹോം ഉണ്ട് ഇവിടെ എറണാകുളത്ത്. അവിടെ 2 സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു. ഒന്ന് ജോഷിയുടെ പടം 1000 കണ്ണുകൾ, നായകൻ മമ്മൂട്ടി, എഴുതുന്നു ഡെന്നിസ് ജോസഫ്. അതിനപ്പുറത്ത് പത്മരാജന്റെ പടം ദേശാടനക്കിളി കരയാറില്ല, അതിലെ നായകൻ മോഹൻലാൽ. മറ്റൊരു മുറിയിലിരുന്നു കൊണ്ട് ഈ പുതിയ സിനിമ, തമ്പിയുടെ സിനിമ, അതിന് പേരിട്ടു രാജാവിന്റെ മകൻ എന്ന് പേരിട്ടു. ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഡെന്നിസ് ജോസഫ്. ലാല് വരും, വായിക്കും, ഓക്കെ പറയും, പോകും. പക്ഷെ മമ്മൂട്ടി ഇത് കണ്ടിട്ട് ഇതൊന്നും പരിശോധിക്കണമല്ലോ എന്ന് പറഞ്ഞു. മമ്മൂട്ടി വീണ്ടും ഈ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഡെന്നിസിന്റെ മുറിയിലേക്ക് വന്ന് ഈ രാജാവിന്റെ മകൻ സ്ക്രിപ്റ്റ് വായിച്ച് എടുത്ത് അനുവാദം ചോദിക്കാതെ വായിച്ചു തുടങ്ങി. ഡെന്നിസിന് ടെൻഷനായി. കാരണം ഇയാളെങ്ങാനും നല്ല അഭിപ്രായം പറഞ്ഞു, അഭിനയിക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ സീൻ മാറിപ്പോവുക പ്രശ്നമല്ലേ. മമ്മൂട്ടിക്ക് തിരക്കഥ ഇഷ്ടമായി. ഇനി ഞാൻ അഭിനയിക്കാമെന്ന് പറയാനും വയ്യ, ലാലിന് ഫിക്സ് ചെയ്തും കഴിഞ്ഞു. അങ്ങനെ രാജാവിന്റെ മകൻ ബമ്പർ ഹിറ്റായി, സൂപ്പർ ഹിറ്റായി. അപ്പോഴാണ് മമ്മൂട്ടിയോട് പലരും ചോദിച്ചത് ഇപ്പൊ എന്തായി? അങ്ങനെ ഒരു പ്രചരണം വന്നായിരുന്നു. മമ്മൂട്ടി വേണ്ടാന്ന് വെച്ച ആ സിനിമ മോഹൻലാൽ സൂപ്പർ ഹിറ്റാക്കി മാറ്റി. ഇത് ഒരു പടം മാത്രമല്ല, പല പടത്തിന്റെയും കാര്യം ഇതാണ്. ഏറ്റവും പുതിയത് ദൃശ്യം 3 വരെ